ശാൽകുമാർ എന്തുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്ന ചോദ്യം മാത്രം ആലോചിച്ചാൽ മതിയോ? ശാൽകുമാർ, PMCയിൽ UDFന്റെ ഒന്നാം തരം രാഷ്ട്രീയ മലക്കമർച്ചിൽ രൂക്ഷമായി തന്നെ CPM പറയാം. അറബിക്കടലിൽ മുങ്ങിത്തപ്പെട്ട് കിട്ടിയില്ലല്ലോ എന്ന് പരിഹസിക്കാം. അത് BJPയുമായുള്ള എന്തോ ഒത്തുകൾ ഡീലിന്റെ ഭാഗമാണെന്ന് വിമർശനം ശക്തമായി പറയാം. എന്തു പറഞ്ഞാലും ശ്രീ കെ അനിൽകുമാർ മനുസ്മൃതിയുടെ മാനിഫെസ്റ്റോ എന്നും ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിലുള്ള കാവ്യ അജണ്ട എന്നും നിങ്ങൾ തന്നെ പറഞ്ഞൊരു പദ്ധതി ഒരു ഒപ്പിടൽ ഒസ്യത്തിലൂടെ കേരളത്തിൽ അടിത്തറയിട്ടത് നിങ്ങളാണ് എന്ന വസ്തുത ഇല്ലാതാവുമോ? ഇനി എന്തു തന്നെ വിമർശനം ഉന്നയിച്ചാലും ശ്രീ കെ അനിൽകുമാർ. ഹാഷ്മി, ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം ഓർമ്മിക്കാൻ കഴിയുന്ന വിധമുള്ള പവർ കട്ടിൻ്റെ കാലമാണ്. അളിയൻ രാജിവെച്ചില്ലായിരുന്നെങ്കിൽ ഇതുണ്ടാകുമായിരുന്നില്ല, പവർ ഫെയില്യൂർ ഉണ്ടാകുമായിരുന്നില്ല. അപ്പം മറ്റേ അളിയനാണ് നല്ലത്. ഈ അളിയൻ അത്ര കൊള്ളുകലാത്തതുകൊണ്ട് മറ്റേ അളിയനെ കൊണ്ടിരുത്തി ഭരിക്കാൻ നോക്കിയതാണ്. പക്ഷെ ഒരു അളിയൻ പോയതോടുകൂടി കറണ്ട് ഇല്ലാതായി. ഇപ്പോൾ കേരളത്തിൽ പവർ കട്ടാണ്. നമ്മളുടെ ചെറുപ്പക്കാർ പിള്ളേർ, അവർക്ക് വണ്ടി മോഡിഫൈ ചെയ്യാനും പറ്റിയില്ല, പന്ത് കളി കാണാനും പറ്റിയില്ല. ചെറുപ്പക്കാർ പിള്ളേരുടെ അവസ്ഥ നോക്കി. ആ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഒന്നൊരു ചിരിയുണ്ടായിരുന്നല്ലോ. ആ വണ്ടിയെല്ലാം മോഡിഫൈ ചെയ്ത് ചെറുപ്പക്കാരിങ്ങനെ പറപറാന്നിങ്ങനെ പോകുന്നതൊരു പോക്കായിരുന്നു. ആ കുട്ടികളൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പറഞ്ഞാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചത്. ഞാൻ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFന്റെ മാനിഫെസ്റ്റോ അത് ഉണ്ടാക്കിയത് CP ജോണാണ്. അദ്ദേഹമാണല്ലോ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കിയ മന്ത്രി. ഞാൻ ആ മാനിഫെസ്റ്റോ ഒന്നെടുത്ത് വായിക്കാൻ അദ്ദേഹത്തോട് പറയുകയാണ്. അതിലെന്താ പറയുന്നത്? എല്ലാ KSRTC ബസ്സിലും സൗജന്യം. ഇത് VD സതീശൻ എന്താ പറഞ്ഞത്? തീർത്ഥയാത്രയ്ക്ക് പോകാം, നിങ്ങൾക്ക് എവിടെയും പോകാം. VD സതീശൻ്റെ ശബ്ദം കേട്ടില്ലേ? KC വേണുഗോപാൽ പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കാത്തതുകൊണ്ട് ഒരു സിനിമാ നടൻ രമേഷ് പിഷാരടിയെ കൂടെ കൂട്ടിയാണ് പാലക്കാട് എന്ന് പറഞ്ഞത്. KC വേണുഗോപാലിനെ ആളുകൾ അത്ര വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നു. രമേഷ് പിഷാരടി പറഞ്ഞാൽ കുറെ കൂടെ വിശ്വസിക്കുമായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും സൗജന്യമായിട്ടങ്ങ് എല്ലാ KSRTC ബസ്സിലും പോകാമെന്നല്ലേ മാനിഫെസ്റ്റോ. അത് ഓർഡിനറി ആക്കിയിട്ട് എന്ത് ന്യായ ഇവർ വർത്താനം പറയണത്? മൂന്നാമത്തത്, ഇന്ത്യ രാജ്യത്ത് BJP സർക്കാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? MP മാരെ 50 കോടി കൊടുത്ത് വിലക്കെടുക്കുന്നു. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പോവാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ. അപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് ഏറ്റുമുട്ടലിനില്ല, കേന്ദ്ര സർക്കാരുമായി ഞങ്ങൾ സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഘോരമായ പാപമാണത്. നമ്മുടെ ഈ ബ്രിട്ടീഷുകാരുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചവരോട് ഗാന്ധി പറയുന്നത് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ യാത്രക്കിടയിൽ ഒരു യോഗത്തിൽ, അവിശ്വസ്തതയാണ് കാലഘട്ടത്തിൻ്റെ ധർമ്മം. ഇന്ത്യ രാജ്യത്തിൻ്റെ മോദി സർക്കാരിനോട് അവിശ്വസ്തതയാണ് കാലഘട്ടത്തിൻ്റെ ധർമ്മം. ഇതുതന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്തു? ഈ PM ശ്രീ പദ്ധതി നടപ്പിലായിട്ട് എത്ര കൊല്ലായി? ഇന്ത്യ മുഴുവൻ കോൺഗ്രസ്സുകാർ ഇന്ത്യ മുഴുവൻ അതിൻ്റെ പൈസ വാങ്ങിച്ച് കൈകാര്യം ചെയ്തിട്ട് കാലം എത്രയായി? തെലങ്കാന സർക്കാർ 3 കൊല്ലം അല്ലെ 2.5 കൊല്ലം. കർണാടക സർക്കാർ, അവരുടെ തന്നെ രാജസ്ഥാൻ സർക്കാർ, ഹിമാചൽ പ്രദേശ് സർക്കാർ നിരയായിട്ട് എണ്ണി കാശ് വാങ്ങിച്ചു. ഏതായാലും പിണറായി വിജയൻ ആ ഗവൺമെൻറ് ഈ MOU എന്ന് പറയുന്ന പാപപത്രത്തിൽ ഒപ്പിട്ടു നിങ്ങൾ പറയുന്ന എപ്പോഴാണ്? ആ സർക്കാരിന് മുന്നോട്ട് പോകാനാവാത്ത വിധം ശ്വാസം മുട്ടിച്ചു. SSKയുടെ ഫണ്ട് കൊടുക്കാത്തതുകൊണ്ട് ശ്വാസം മുട്ടിച്ചു. ഈ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഒരു തവണയെങ്കിലും കേരളത്തെ ശ്വാസം മുട്ടിച്ച് SSKയുടെ ഫണ്ട് തരാത്തത് തെറ്റാണെന്ന് മോദിക്കെതിരെ പറഞ്ഞു. ഇപ്പം എന്നിട്ട് എന്താ പറയുന്നത്? ഇന്നലെ വന്ന് കള്ളം പറയുകയാണ്. മുഖ്യമന്ത്രി കള്ളം പറയാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നാൽ സതീശൻ ജയിലിൽ കിടക്കും, ഉറപ്പാണ്. നമ്മുടെ നിയമസഭയിൽ ഒരു നിയമനിർമ്മാണം നടത്തണം. ഗവർണർ ഒപ്പിടുമെന്നൊരു സംശയമുണ്ട്. ഗവർണർ ഒപ്പിട്ടില്ലെങ്കിലും സതീശന് പരാതിയില്ല. കാരണം എന്താണ്? അവർ ചക്കരയും തേരുമാണ്. ഗവർണർ സർവകലാശാലകൾ ഭരിക്കുന്നു. തിരുവനന്തപുരത്തൊരു പരിപാടിയുണ്ട്, തൃപ്പടി ദാനം. പണ്ട് ശ്രീ പത്മനാഭസ്വാമിക്ക് ആ രാജ്യാധികാരം മുഴുവൻ കൈമാറിയ തിരുവിതാംകൂറിലെ മഹാരാജാവിനെ പോലെ സർവകലാശാലകൾ മുഴുവൻ കൈമാറിക്കൊടുത്തു. അപ്പോൾ അവിടെ VC മാരെ വെക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയണ്ട. അവിടെ 19 പേരെയാണ് ഈ മഹാത്മാഗാന്ധിയുടെ തല വെട്ടിയിട്ട് കോട്ടയത്ത് ഗാന്ധി സർവകലാശാല സെനറ്റ് വെച്ചത്. ഒരു പരാതി ആരും പറഞ്ഞു കേട്ടില്ല. കാണിച്ച് തെറ്റാണെന്ന് ആരും പറഞ്ഞു കേട്ടില്ല. അപ്പം പിന്നെ എന്ത് സംഭവിച്ചു? അടുത്ത പരിപാടിക്ക് തുടങ്ങി. യോഗാ ദിനത്തിന് വേണ്ടി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയെല്ലാം ഗവർണർ നേരിട്ട് വിളിക്കാൻ തുടങ്ങി. അത് വെറുതെ വിളിക്കാൻ തുടങ്ങിയതല്ല.
ആ ഗവർണറുടെ ആഫീസിൽ RSSന്റെ ഒരു പ്രധാനപ്പെട്ട ആളെ വെച്ചിട്ടുണ്ട്. BJPയുടെ നേതാവ് കർത്താവ് ആരാന്ന് അറിയാൻ വയ്യാത്തവർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്. നിങ്ങളുടെ ദൃശ്യങ്ങൾ കാണാം. ആ ലോകഭവനിലേക്ക് ഈ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ചെന്നപ്പോൾ കെട്ടിപ്പിടിക്കുന്ന ഒരാൾ, RSSന്റെ പ്രധാനപ്പെട്ട ഒരാളെ ഈ ലോകഭവൻ നയിക്കാൻ വേണ്ടി നിയമിച്ചിട്ടുള്ള BJP സംസ്ഥാന കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആളെ കെട്ടിപ്പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.